അവൻ ഒത്തിരി കഷ്ടപ്പെട്ട് കൊണ്ടുവന്നത് കേട്ടോ. ആ മൈക്ക് ഒന്ന് കൊടുക്കണേ. ജിൻഡോ ചേട്ടാ, എൻ്റെ പേര് അരുൺ എന്നാണ്. ഇവിടെ ആലുവ തന്നെയാണ്. ഒരു ട്രാവലറാണ്. ഫ്രീ ബേർഡ് എന്ന പേരിൽ അറിയപ്പെടും. പിന്നെ ജിൻജോട്ടനെ കാണുന്നത് ബിഗ് ബോസിൽ കയറിയതിന് ശേഷമാണ്. അതിന് മുമ്പ് ഞാൻ കണ്ടിട്ടുണ്ട്. എവിടെന്നാ വെച്ചാൽ നമ്മുടെ ആലുവ ഫ്ലൈ ഓവറിലൊരു ബോർഡുണ്ട്, ജിൻഡോ ബോഡി ക്രാഫ്റ്റ്സ്. അപ്പോൾ കണ്ട അത് ആ ചേട്ടനല്ലേ എന്നുള്ളത്. പിന്നെ മണ്ടൻ എന്ന ടാഗ് എപ്പോൾ അവർ തന്നോ അപ്പം മുതൽ ജിൻഡോ ചേട്ടൻ ഞങ്ങളുടെ മനസ്സിലുണ്ട്. ഓക്കെ, ജിൻഡോ ചേട്ടൻ എന്തെങ്കിലും ഒരു ദിവസം ഈ കപ്പം കൊണ്ട് ഇങ്ങോട്ട് വരും എന്നുള്ളൊരു ഉറപ്പുള്ളത് കൊണ്ട് മേടിച്ചു വെച്ചതാണ്. കുറേ ആയി മേടിച്ചു വെച്ചിട്ട്. എന്തുവാ ഗിഫ്റ്റ്? ഒരു കൂളിംഗ് ഗ്ലാസ്സാ. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റുലേഷൻസ്. ഞാൻ ഇങ്ങനെ നിനക്കാം, നീ വെച്ചോ. റൈബണൊന്നും അല്ല കേട്ടോ എന്നെ കൊണ്ട് പറ്റുന്നത്. സ്നേഹം മാത്രം. താങ്ക് യു ബ്രോ. ഒരു കാര്യം കൂടെ, ഒറ്റയ്ക്ക് പൊരുതി ജയിച്ച നമ്മുടെ ഒരേ ഒരു രാജാവ് ജിൻഡോ ബ്രോ. ലവ് യു സോ മച്ച്. ഇനി നിങ്ങൾ ആരെങ്കിലും ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ടോ? ഒരു മിനിറ്റ് മൈക്ക് ഒന്ന് കൊടുത്തോട്ടെ. അപ്പോൾ ഒന്ന് പരിചയപ്പെടുത്ത്. പേരെന്തുവാ? എൻ്റെ പേര് അജു. ഞാൻ റാഗൽ ടാറ്റൂസ് എന്നുള്ള സ്ഥാപനം പാലാരിവട്ടത്ത് നടത്തുവാണ്. അപ്പോൾ ജിൻഡോ ചേട്ടൻ്റെ എല്ലാം എന്താ പറയുക, എനിക്ക് ഭയങ്കര സന്തോഷം. ജിൻഡോ ചേട്ടൻ്റെ കൂടെ ഇവിടെ നിൽക്കുക എന്ന് പറയുന്നത് തന്നെ എന്നെ സംബന്ധിച്ച് വലിയൊരു കാര്യമാണ്. ഞാനും ജിൻഡോ ചേട്ടനും തമ്മിൽ ഒരു കാര്യത്തിൽ സാമ്യമുണ്ട്. ഞങ്ങൾ കഷ്ടപ്പെട്ട് ഇവിടെ വരെ എത്തുന്നവരാണ്. അപ്പോൾ അതിനോടൊപ്പം ഞാൻ നിങ്ങളെ ഒരു ഇൻസ്പിറേഷനായിട്ട് കാണുന്നു. ഈ ഒരു വേദിയിൽ നിൽക്കാൻ പറ്റുന്നതിൽ ഒത്തിരി സന്തോഷം. അപ്പോൾ എൻ്റെ ഗിഫ്റ്റ് ഒന്ന് തുറന്നു. ജിൻഡോ ചേട്ടൻ കാണണ്ട, ആദ്യം മറ്റുള്ളവർ കാണട്ടെ. ഭയങ്കര സർപ്രൈസ് ഉള്ളോ? ഏറെക്കുറെ. തുറക്കല്ലേ, അങ്ങനെ മറ്റുള്ളവർ കണ്ടിട്ട് ജിൻഡോ ചേട്ടൻ കണ്ടാൽ മതിയാവുന്നത്. ഇനി ജിൻഡോ ചേട്ടൻ കാണാം. തുറന്നോ? അല്ല, തിരിച്ചോ? അതെ, തിരിച്ചു എന്തായിരിക്കും? ഒന്നുമില്ല, അടിപൊളിയാ. നിങ്ങൾ ഞെട്ടും അല്ലേ? ക്ലൂ തരോ? കയ്യിലുണ്ട്, തലയിലില്ല. ഒരു നന്മയുണ്ട്. നമ്മൾ കണ്ണാടി നോക്കുമ്പോൾ പെട്ടെന്ന് കാണുന്ന ഒരു സാധനമാണ്. ഫേസ് ആണല്ലേ? ഫേസ് ആണ്. ആളുടെ ഫേസ് ആണ്. ഒരു നന്മയുള്ള മനുഷ്യനാണ്. ആണോ? തിരിക്കാൻ പേടിയിട്ടുള്ള അറിയുന്ന ആളാണ്. വാവ്, കലാകാരനായിരുന്നു. അതെ, ഞാൻ ആഗ്രഹിച്ചതാ ഇതൊക്കെ ഇതുകൂടി പഠിച്ചെങ്കിൽ അവിടെ ഫൈറ്റ് ആയിരുന്നു. അത് നമുക്ക് കോമ്പറ്റീഷൻ ആവില്ലേ? അല്ല, ഞാൻ വരച്ചു നോക്കിയായിരുന്നു, നടന്നില്ല. ഞാൻ പഠിപ്പിക്കാം അല്ലേ? കാരണം എന്തും പഠിക്കാൻ ആഗ്രഹിക്കണ ഞാൻ. അതെ, അത് പറഞ്ഞ വാക്ക് പാലിക്കണട്ടാ. പിന്നെ കാരണം ഇത് വേറെ സ്റ്റേജാണ്. ജിൻഡോ ചേട്ടന് ടാറ്റു അടിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി. ടാറ്റു പഠിക്കും. അത് പഠിക്കും. നീ വളരും കേട്ടോ. എനിക്ക് ടാറ്റു അടിക്കാനല്ല പഠിക്കണ്ടേ. എനിക്ക് ടാറ്റു വേണ്ട, ടാറ്റു അടിക്കാൻ പഠിക്കണം. അതെനിക്ക് മനസ്സിലായി.